സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പാഷൻ ഫ്രൂട്ട് സൂഫ്ലെ ഉണ്ടാക്കാം. അതിന് എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നോക്കാം. 5 ഗ്രാം ചൈന ഗ്രാസ്, 1/2 ഗ്ലാസ് വെള്ളമെടുത്ത് അതിൽ ചൈന ഗ്രാസ് കുറച്ച് സമയം ഇട്ട് വയ്ക്കാം. ഇത് കുതിർന്ന ശേഷം ചൂടാക്കി അലിയിച്ചെടുക്കാം. ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കാം. ഇനി 1 കപ്പ് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് എടുത്ത് അരിച്ചു വയ്ക്കാം. ഇനി ഈ ചൈന ഗ്രാസ് എടുത്ത് സ്റ്റൗവിൽ വെച്ച് ഒന്ന് അലിയിച്ചെടുക്കാം. അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഇളക്കി അലിയിച്ചെടുക്കാം. നിങ്ങൾക്ക് എന്ത് ഫ്രൂട്ട്സ് ആണോ ഇഷ്ടം അത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതൊന്ന് നല്ലതുപോലെ അലിഞ്ഞു വരുന്നതുവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തത്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. നല്ലതുപോലെ അലിഞ്ഞു കഴിഞ്ഞാൽ ഇത് പാഷൻ ഫ്രൂട്ട് ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച ശേഷം നല്ലതുപോലെ ഇളക്കി ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ചെരിച്ച് വയ്ക്കാം. ഇനി ഇതെടുത്ത് ഫ്രിഡ്ജിൽ 3 മണിക്കൂർ നേരം വയ്ക്കാം. ഇത് സെറ്റാകുമ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. മൂന്ന് മണിക്കൂറിന് ശേഷം ഇതൊന്ന് എടുത്തു നോക്കാം. ഇത് മധുരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു നല്ല സൂഫ്ലെയാണ്. ഇനി ഗ്ലാസ് ശരിക്കും വയ്ക്കാം. ഇനി ഒരു പാക്കറ്റ് വിപ്പിംഗ് ക്രീം എടുത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്യാം.
ഈ പാകമായാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും ഒഴിച്ച് ഇളക്കിയ ശേഷം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാവുന്നതാണ്. ഫ്രൂട്ട്സ് കൊണ്ട് നിങ്ങളും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. ഇത് കഴിക്കാൻ നല്ല സ്വാദാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.